വേറൊരു സംശയം എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അതിൽ വരുന്നത് പിണ്ടുല ജ്യോതിഷം, ശംഖ് ജ്യോതിഷം, അങ്ങനെ കുറെ ജ്യോതിഷത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിനെ കുറിച്ചൊന്ന് വ്യക്തമായ ഒരു ധാരണ ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിർഗോളങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഈ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, മൈക്രോസ്കോപ്പുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നഗ്നനേത്രങ്ങൾ കൊണ്ടും ജ്ഞാനദൃഷ്ടി കൊണ്ടും ഋഷീശ്വരന്മാർ വളരെ മൈന്യൂട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ജ്യോതിർഗോളങ്ങളിൽ നിന്നുണ്ടാകുന്ന രശ്മികൾ, അതിൻ്റെ ഊർജം ഭൂമിയിൽ എങ്ങനെ ബാധിക്കുന്നു, ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ ഗുണവശങ്ങൾ കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കാം, മനുഷ്യൻ്റെ ആരോഗ്യ വ്യവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കാം, കന്നുകാലികൾ വളർത്തൽ എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങി ചികിത്സയിൽ എങ്ങനെ വരെ ഉപയോഗിക്കാം, വീട് വയ്ക്കുന്നതിൻ്റെ ദർശനം, എല്ലാത്തിനും വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള വളരെ വലിയൊരു ശാസ്ത്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് അത് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ അതിൻ്റെ ശാസ്ത്രീയ വശത്തെ മനസ്സിലാക്കാതിരിക്കുകയോ അതിൻ്റെ കുറവ് കൊണ്ടോ എന്തുകൊണ്ടൊക്കെ തന്നെയോ ഒരു ഗൂഢ സയൻസിൻ്റെ ഭാഗത്തേക്ക് മാറി, ഒക്കൾട്ട് സയൻസിൻ്റെ രീതിയിലേക്ക് ജ്യോതിശാസ്ത്രം ചില ആളുകൾ തെറ്റിദ്ധാരണയോടെ മാറ്റപ്പെട്ടു വെച്ചു. ജ്യോതിശാസ്ത്രത്തിൽ ഒത്തിരി തരം ജ്യോതിഷങ്ങളുണ്ട്. കേരളത്തിൻ്റെ ജ്യോതിഷ രീതിയല്ല തമിഴ്നാടിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ജ്യോതിഷത്തിൽ തന്നെ ഒരുപാട് തരം ജ്യോതിഷങ്ങളുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ ശംഖ് ജ്യോതിഷം, അത് ശംഖ് കറക്കിയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ്. കവടി ജ്യോതിഷം കവടി വെച്ച് പറയുന്നതാണ്. രാശി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വയ്ക്കും. താമ്പൂല പ്രശ്നം താമ്പൂലം കൊണ്ട് വയ്ക്കുന്നതാണ്. അഷ്ടമംഗല പ്രശ്നത്തിന് വേറെ സംവിധാനങ്ങളോട് വയ്ക്കുന്നതാണ്. ഒറ്റരാശി പ്രശ്നം കൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയുള്ള വേറെ ചില പ്രശ്നങ്ങൾ പറയുന്നതാണ് പെൻഡുല ജ്യോതിഷം. അതായത് ഒരു തൂക്കുകട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ സ്ഥാനം കാണാൻ ഉപയോഗിച്ചിരുന്ന പോലെ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ ഉപാസനാബലവും അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനവും സർവോപരി ഗുരുവിൻ്റെ അനുഗ്രഹവും ഈ ശാസ്ത്രീയപരമായ ഇതിൻ്റെ പഠനവും ഇതെല്ലാം സമ്യക്കായി വരുമ്പോഴാണ് ഉത്തരം ശരിയാവുന്നത്. വ്യത്യസ്തമായ സാധനങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഓരോന്നിൻ്റെയും അറിവുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രീയ വശം മനസ്സിലാക്കാതിരിക്കുകയും വെറുതെ വഴിപാട് കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ ഹോമം കഴിക്കാനും വെറുതെ പൂജ കഴിക്കാനും ഒരാൾ ഈ കവടി ഉരുട്ടി പറയുന്ന തലത്തിലേക്ക് മാറുന്നതിന് പകരം ഇതിൻ്റെ വിശദമായ പഠനം ഇനിയും നടക്കേണ്ടതുണ്ട്. പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ശാസ്ത്രീയ രീതിയിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ പ്രശ്നങ്ങളെ മാറ്റി ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാർഗം സർവ്വശാസ്ത്രങ്ങളുടെയും ചക്ഷുസാണ് ജ്യോതിഷം. അപ്പോൾ ശരിയായ കാഴ്ച, മറഞ്ഞിരിക്കുന്നതിനെ, അറിയാത്തതിനെ എങ്ങനെ കാണണം, നമുക്ക് വിജയത്തെ കൈവരിക്കാൻ, നമുക്ക് തോൽവിയുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കൽ മാത്രമാണ് ജ്യോതിശാസ്ത്രം. അതാണ് ശരിയായ ജ്യോതിശാസ്ത്രം.